അള്ളാഹുവിന്റെ നരകരാജ്യം മനുഷ്യന്റെ മുന്നിലങ്ങ് പ്രദർശിപ്പിക്കപ്പെടും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂല് പറയാ, 70,000 വട്ടക്കണ്ണികളാൽ നരകരാജ്യത്തെ മലക്കുകൾ വലിച്ചുകൊണ്ടുവരപ്പെടും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70,000 വട്ടക്കണ്ണികളുള്ള നരകരാജ്യമാണ്. ആ ഓരോ വട്ടക്കണ്ണിയിലും 70,000 മലക്കുകളുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അതിനെങ്ങനെ വലിച്ചുകൊണ്ടുവരും. വിശുദ്ധ ഖുർആനിൽ കാണാം, 79-ാം അധ്യായം സൂറത്തുൻ നാസിആത്തിന്റെ 36-ാമത്തെ വാചകത്തിൽ കാണാം, വബുർരിസത്തുൽ ജഹീമു ലിമൻ യറാ വബുർരിസത്തുൽ ജഹീമു ലിമൻ യറാ. കാണാവുന്നവർക്ക് വേണ്ടി നരകത്തെ വെളിവാക്കപ്പെടുന്നൊരു ദിവസം. പണക്കാരനും പണിക്കാരനും നരകം കാണും. കർഷകരും മുതലാളിയും നരകം കാണും. ഭാര്യയും ഭർത്താവും നരകം കാണും. മനുഷ്യരായി പിറന്നവരൊക്കെ ജിന്നുവർഗവുമൊക്കെ നരകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും. നരകം അവരുടെ മുന്നിൽ കൊണ്ടുവരും. 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 71-ാമത്തെ വാചകത്തിൽ കാണാം, ആ നരകത്തിന്റെ അരികിൽ വരാത്തവരായി നിങ്ങളിൽ ആരും തന്നെ ഇല്ല. ഓതിത്തരുന്നത് ആരാന്നറിയോ? ലോകത്തിന്റെ നേതാവ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പടച്ച റബ്ബ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളാരാണെന്നറിയോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിലൂടെ ലോകത്തിന്റെ മുന്നിൽ ഓതി കേൾപ്പിക്കുകയാ. നരകത്തിന്റെ മുന്നിൽ എല്ലാരും വരും. ആരൊക്കെ വരും പറയണം, ഞാൻ കേൾക്കണം. നിങ്ങള് മനുഷ്യവർഗവും ജിന്നുവർഗവും അതിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടും. അതുകൊണ്ടാണ് മുത്തു റസൂലുള്ള അങ്ങനെ വരാതെക്കാൻ വേണ്ടിയാണ് മുത്തു നബിനെ ജിന്നുവർഗത്തിലേക്ക് കൂടിയുള്ള പ്രവാചകനാക്കിയത്. മുത്തുനബി എവിടേക്കുള്ള പ്രവാചകനാ? മനുഷ്യവർഗത്തിന് മാത്രല്ല. മറ്റു നബിമാരെ പറ്റിയുള്ള കാഴ്ചപ്പാട് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അഹ്ലുസുന്നത്തി വൽ ജമാഅ പഠിപ്പിക്കുന്നത് ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിലേക്ക് മാത്രമുള്ള പ്രവാചകരല്ല, ജിന്നുവർഗത്തിലേക്ക് കൂടിയുള്ള പ്രവാചകരാണ്. ശഫീഉനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തിന്റെ കാര്യം മറക്കരുതേ, പ്രത്യേകം ഓർമ്മപ്പെടുത്തും. അപ്പൊ നരകത്തിന്റെ മുന്നിൽ എല്ലാവരും വരും. അങ്ങനെ നരകം കാണും. ആ ഒരു ലോകത്ത് വിലാപങ്ങൾ ഉയർന്നു പോകും. വിലാപങ്ങൾ, വിലപിക്കലുകൾ. മനുഷ്യരാശി പറഞ്ഞു പോണ വാക്കുകൾക്കുണ്ടേ. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. മനുഷ്യൻ പറയും, ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നോക്കണേ, നിങ്ങൾ എവിടെ വെച്ചിട്ടാ മനുഷ്യരാശി പറയുന്നത്? പരലോകത്ത് വെച്ചിട്ടാ. മനുഷ്യൻ പറഞ്ഞു പോണ വാക്കെന്താ? ഞാൻ എന്റെ ഈ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പൊ ഏതാ ജീവിതം? 60 വർഷത്തെ ജീവിതമല്ല, 70 കൊല്ലക്കാലഘട്ടത്തിലെ ദുനിയാവിലെ ജീവിതമല്ല, കെട്ടിപ്പൊക്കിയ കൊട്ടാരമല്ല, വാങ്ങിക്കൂട്ടിയ ഏക്കർ കണക്കിന് ഭൂമികളല്ല, നമ്മളെ ജീവിതത്തിൽ ഉന്നത നിലവാരത്തിൽ വളർന്നുപോയ മക്കളല്ല, ആ മക്കൾക്ക് കൺകുളിർമയായി ഉണ്ടായ നമ്മളെ പേരമക്കളല്ല, സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രശസ്തിയോ പിടിപാടോ ഇതൊന്നുമല്ല. അപ്പൊ ഇതൊന്നും ജീവിതമല്ലേ? ഇതൊന്നുമല്ല യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതം ഏതാണെന്നറിയുമോ? അതാണെന്ന് മഗ്രിബ് നമസ്കരിച്ചപ്പോ, നമ്മൾ ഇശാ നമസ്കരിച്ചപ്പോ, ഇനി സുബ്ഹി നമസ്കരിക്കുമ്പോ, നാളെ ളുഹ്ർ നമസ്കരിക്കുമ്പോ, നമ്മൾ ഏതൊക്കെ സമയത്ത് ഫാത്തിഹ ഓതിയാലും ആ ഫാത്തിഹ സൂറത്തിൽ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ദിവസമാണ് മാലിക് യൗമിദ്ദീൻ. പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ തമ്പുരാനില്ലേ? ആ ഒരു ലോകത്ത് മനുഷ്യരാശി എത്തിപ്പെടുന്നില്ലേ? ആ ഒരു ലോകത്തിന് വേണ്ടി പണിയെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാ. 89-ാം അധ്യായം സൂറത്ത് ഫജ്റിന്റെ 24-ാമത്തെ വാചകമാ.